ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ അവിൽ അവൈലബിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അവിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത്. അവിൽ വടയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ആയ ഇപ്പോഴത്തെ ട്രെൻഡിങ് കോഫിയായ ഡാൽഗോണ കോഫിയുടെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അവിൽ വട തയ്യാറാക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ കളർ അവിലാണ്. ഒരു കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്. ഇനി ഈ അവിലൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അവിൽ മുങ്ങുന്ന തരത്തിൽ അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് 5 മിനിറ്റ് കുതിർത്ത് വെക്കാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് സവാളയാണ്. ഒരു സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കടലമാവ് എടുക്കാം. 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. അതേപോലെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇതൊരു ടീസ്പൂൺ മുളക് പൊടിയാണ്. അടുത്തതായിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെയാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. 5-6 അല്ലി വെളുത്തുള്ളി എടുക്കാം. ചതച്ചിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഇങ്ങനെ മുഴുവനായി എടുക്കുന്നതിന് പകരം വേണമെങ്കിൽ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം. 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ വേണമെങ്കിൽ എടുക്കാം. അവിൽ 5 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അവിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ല. ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർക്കാം. അപ്പം ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില മാത്രമല്ല, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുവരെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതലായി പോവരുത്. ഈ ഒരു മാവ് ഒന്ന് നനഞ്ഞു കിട്ടണം. അത്രമാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാവും. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി വടയുടെ ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് പുരട്ടിയിട്ട് ഇതിൽ നിന്ന് ചെറിയ ബോൾസ് എടുത്തിട്ട് പരത്തിയെടുക്കാം. വടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാം. അങ്ങനെ ഇത്രയും റെഡിയായി കിട്ടിയിട്ടുണ്ട് വടയുടെ ഷേപ്പിൽ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കിയെടുക്കാം. മീഡിയം ഹോട്ടിലായിട്ട് വരുമ്പോൾ വടകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് കുറച്ച് ടൈം എടുത്തിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം. ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നാൽ അകത്തുള്ള ഉള്ളിയും പച്ചമുളകും കാര്യങ്ങളൊന്നും വെന്ത് കിട്ടത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാം.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീട്ടിൽ അവിലുണ്ടെങ്കിൽ വേഗം തന്നെ പോയിട്ട് ഉണ്ടാക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടി എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്